കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അഭയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടോ ജയന്തി? വസുണ്ണി എവിടെയാണെന്നാ ഞാൻ ചോദിച്ചേ. ആദ്യം റൂമിൽ പോയി റെസ്റ്റ് എടുക്ക ബി. എനിക്ക് വസുവിനെ ഉണ്ണി ഇപ്പൊ കാണണം. ആരും എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ വസു ഉണ്ണി വീട്ടിലുണ്ടോ ഇല്ലയോ? അവരെവിടെയാ ഉള്ളതെന്ന്? അവൾക്ക് മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ അറിയില്ല. പറയുന്നതൊന്നും കേൾക്കില്ല. അമ്മേ, ഞാൻ എന്താ ചോദിക്കുന്നേ? നിങ്ങളെന്താ എന്നോട് പറയുന്നേ? അവള് ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാമായിരുന്നു. അനുസരിക്കാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യും മോനെ? അച്ഛനെന്താ പറഞ്ഞു വരുന്നേ? ആദ്യം ഉണ്ണി വസു എവിടെയാ ഉള്ളതെന്ന് പറയേ. അത് അബി, വസു അവരിതുവരെ വീട്ടിലേക്ക് വന്നില്ല. അവരെവിടെയാ പോയത് ഏട്ടത്തി? അത് ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലോ അബി. മാത്രമല്ല ഇപ്പൊ അവളാ പ്രധാനം. ദൈവകൃപ കൊണ്ട് നീ രക്ഷപ്പെട്ടു മോനെ. അതിൽ ഇപ്പോ സന്തോഷിക്ക്. ചെറിയമ്മ പറഞ്ഞു വരുന്നത് എന്താണ്? അതായത് അവര് കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചെന്നാണോ? അതോ അവരെ നമുക്കിനി ആവശ്യമില്ലെന്നാണോ? അവൾക്കാണ് നമ്മളെ ആവശ്യമില്ലാത്തത് അബി. നമ്മൾ പറയുന്നതിനൊന്നും ഒരു വിലയുമില്ല. എങ്ങോട്ടെങ്കിലും പോയി കാണും. എന്താ അമ്മേ ഇതൊക്കെ എത്ര നിസ്സാരമായി പറയുന്നേ? അവള് നിങ്ങളുടെ മരുമകളാണമ്മേ, ഉണ്ണി അമ്മയുടെ കൊച്ചുമോനും. ആ വിചാരം അവർക്കും വേണോ അഭി? അച്ഛനും കൂടെ ചേർന്നിട്ടാണോ? അച്ഛൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അതെ, അച്ഛൻ പറഞ്ഞിട്ട് പോലും അനുസരിച്ചില്ല. കല്യാണം കഴിക്കാ ബി, ജീവിതം നന്നായിരിക്കുമെന്ന് പറഞ്ഞു. നന്നായിരിക്കുന്നു പറഞ്ഞത് ഇതൊക്കെയാണോ അച്ഛ? ജീവിതത്തിൽ പല കാര്യങ്ങളും വരും പോകും. പക്ഷെ അവസാനം വരെ കൂട്ടുണ്ടാവുക ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ കുറിച്ചാ ചോദിച്ചത്. അതിനച്ഛൻ ഇങ്ങനെയാണോ ഉത്തരം പറയേണ്ടത്? അമ്മേ, ഇനിയൊരു കല്യാണം വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ നിർബന്ധിച്ച് നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ചു. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചപ്പോ നിങ്ങളെല്ലാരും താല്പര്യമില്ലാതെ സംസാരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ച സ്നേഹം അപ്പൊ ഇങ്ങനെയായിരുന്നോ? നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലാന്ന് വെച്ച് അമ്മയ്ക്ക് എന്നെ ഇപ്പൊ ഇഷ്ടമല്ലാതായോ അമ്മേ? എന്താ ഭാസ്കരേട്ടാ, വസു നല്ലൊരു പെൺകുട്ടിയാ, നിനക്ക് പറ്റിയ ജോഡിയാണ്, നിന്റെ സുഖദുഃഖങ്ങളിലെല്ലാം അവള് കൂടെ ഉണ്ടാവുന്നല്ലേ അന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ ഒന്നും മിണ്ടാത്തെ? വസുവിന്റെ കാര്യത്തില് ചേട്ടന്റെ കണക്ക് പിഴച്ചു പോയോ? അതോ എനിക്ക് കണക്കറിഞ്ഞൂടാത്തോണ്ടാണോ? എന്താ ഏട്ടത്തി? നിങ്ങളെ ഞാൻ ഏട്ടത്തിയുമായിട്ട് മാത്രമല്ല കാണുന്നത്, എന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. ഇനിയും വ്യക്തമാക്കണമെങ്കിൽ ഞങ്ങൾക്ക് അമ്മ കഴിഞ്ഞാൽ എല്ലാം ഏട്ടത്തിയാ. വസുവിനും ഉണ്ണിക്കും എന്താ സംഭവിച്ചെന്ന് ഏട്ടത്തിക്കും അറിയില്ലേ? നിങ്ങളുടെ കൂടപ്പിറപ്പായ നിങ്ങളുടെ സഹോദരിയോട് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉള്ളൂ. എന്താടാക്കിൽ? എന്റെ കല്യാണം കഴിയാതെ നീ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞവനാ. നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് കരുതിയാ ഞാൻ കല്യാണം കഴിച്ചത്.
വസു എവിടെ? ഉണ്ണി എവിടെയെന്നാ? നിങ്ങളെല്ലാവരും ചേർന്ന് അവരെ നോക്കിക്കോളൂന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ നിങ്ങളാണെങ്കിലോ അവരെ രണ്ടുപേരും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ അവരെ രണ്ടുപേരും ഇഷ്ടമല്ലായിരിക്കാം, അവരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലായിരിക്കാം. പക്ഷേ വസു എന്റെ ഭാര്യയും ഉണ്ണി എന്റെ മകനുമാണ്. നിങ്ങൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ട് എനിക്കിഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചെങ്കിലും അവരെ രണ്ടുപേരും നോക്കേണ്ടത് ഞാനാണ്. നിങ്ങൾ കാണിച്ചതുപോലെ എനിക്ക് പറ്റില്ല. ഞാൻ തന്നെ പോയി അവരെ അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നോളാം. നിക്കബി, വസു ഉണ്ണി അബിക്ക് എങ്ങനെയോ അതുപോലെ തന്നെ ഞങ്ങൾക്കും. അബി തെറ്റിദ്ധരിക്കരുത്. പിന്നെ അവരെ എവിടെയാണുള്ളത് ഏട്ടത്തി? എന്നെ വിശ്വസിച്ച് വന്ന എന്റെ ഭാര്യ മകനും എവിടെ? അവരെവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തേടി കണ്ടുപിടിക്കും അബി. അതെ ഏട്ടാ, വി ആർ വെരി സോറി. ഏടത്തെ ഉണ്ണിയും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. അബി, നീ റെസ്റ്റ് എടുത്തോളൂ. ഞാനും അഖിലും പോവാം. ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ അവരെന്റെ മുന്നിലുണ്ടാവണം. അഖിൽ, വാ പോവാം. ഏട്ടാ, ആ എന്താ ഭാവനെ? എവിടെയെന്ന് പറഞ്ഞു തിരക്കും. വസു എടുത്ത ഉണ്ണിയും അവരുടെ വീട്ടിലേക്ക് പോയി കാണും. ഞങ്ങൾ അങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ടുവരാം. ഒരിക്കലും അവർ അങ്ങോട്ട് പോയി കാണില്ല. അവർക്ക് ഈ രണ്ട് വീടും അല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ. ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങള് സ്വന്തം വീട്ടിൽ പറയുന്ന ഒരാളല്ല വസു. അങ്ങനെ പറയുന്നവളായിരുന്നെങ്കിൽ ഉണ്ണിയെ കാണാതായി അതേ ദിവസം തന്നെ മൂർത്തി ചെറിയച്ചനോടും സുശീല ചെറിയമ്മയോടും പറയുമായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ വസു അവിടെ പോയി കാണില്ല. പിന്നെ എങ്ങോട്ടായിരിക്കും പോയിരിക്കും എടുത്തി? ഉറപ്പായി ഏതെങ്കിലും അമ്പലത്തിൽ തന്നെ ഉണ്ടാവും. പോയി ഇവിടെ ചുറ്റുപാടുള്ള അമ്പലത്തിൽ തിരക്ക്. വസു ഉണ്ണിയും ഉറപ്പായിട്ട് അവിടെ കാണും. ശരി ഭാവനെ, ഞാൻ പോയിട്ട് നിന്നെ വിളിക്കാം. ഭാഗ്യം. പോയിട്ട് വരാം എടുത്തി. ദീർഘസുമംഗലീ ഭവ. അമ്മയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കും. പോയിട്ട് വരാൻ സ്വാമി. ഒരു നിമിഷം മോളെ. മോളെ, ഇതോടുകൂടി നിന്റെ വ്രതം പൂർത്തിയായി. ഇതിനകം തന്നെ നിന്റെ ഭർത്താവ് കണ്ണ് തുറന്നിട്ടുണ്ടാകും. ഇതില് അമ്മയുടെ കുങ്കുമ പ്രസാദമാണ് മോളെ. ഭർത്താവിന്റെ നെറ്റിയിൽ ഈ കുങ്കുമം ചാർത്തണം. പ്രസാദം വാങ്ങിച്ചോളൂ. എന്നിട്ടിത് ഭർത്താവിനും കൊടുക്ക്. ദീർഘകാലം നീ സുമംഗലിയായിരിക്കും. സന്തോഷമായിട്ടിരിക്കാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അമ്മ? അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ അമ്മ? ഉണ്ണി, എനിക്ക് നിന്റെ അച്ഛന് ഈ കുങ്കുമം ഒന്ന് തൊടിയിക്കണമെന്നുണ്ട്. പക്ഷേ നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്തു പറയുന്നുള്ള പേടിയുണ്ട്. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് പോയാലോ? ഇങ്ങോട്ടേക്ക് പോകണ്ടെന്ന് എനിക്ക് അറിയില്ല ഉണ്ണി. എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി ഭഗവതി നമുക്ക് കാട്ടിത്തരും ഉണ്ണി.
ഏട്ടാ എന്താടാ? ഏടത്തി അമ്മ ദാ അവിടെ വല്യച്ഛനും ചെറിയച്ഛനും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ വല്യച്ഛ, മോനെ ഉണ്ണി, നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിലുണ്ടാവുമെന്നും ഭാവന എടുത്തിയാ പറഞ്ഞത്. നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ എല്ലാ അമ്പലത്തിലും പോയി. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിങ്ങളിപ്പോ ഇവിടെ വെച്ച് കണ്ടത്. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്നലെ മുതൽ ഇവരിവിടെ ഉണ്ടായിരുന്നു. പാവം, തന്റെ ഭർത്താവിന് വേണ്ടി ഈ കുട്ടി എന്തൊക്കെ ചെയ്തെന്ന് അറിയാമോ? സ്വാമി വേണ്ട. ഞാൻ പറയട്ടെ മോളെ, ഇവര് നിന്റെ കുടുംബക്കാരല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്തതെന്ന് അവരറിയണ്ടേ? മോനെ, പണ്ട് കാലത്ത് ഭർത്താവിന് വേണ്ടി പതിവ്രതകളായ ഭാര്യമാരെല്ലാവരും ചില കഠിനമായ വ്രതങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന പെൺകുട്ടിയും തന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടിയിട്ട് കഠിനമായ വ്രതമാണ് എടുത്തത്, ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി. വലിയൊരു കാര്യമാണ് നീ ചെയ്തേ. ഏട്ടത്തിയുടേത് വലിയ മനസ്സാ. തീർച്ചയായും നല്ല മനസ്സുള്ള കുട്ടിയാ. ഇവളെ കല്യാണം കഴിച്ചവൻ ഭാഗ്യവാൻ. അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? നീ ഇത്രയും പ്രാർത്ഥിച്ചതിന് ശേഷവും അവൻ രക്ഷപ്പെടില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? അപകടങ്ങളെല്ലാം തരണം ചെയ്ത് അവൻ വീട്ടിലെത്തി. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ വലിയ മിറക്കിൾ സംഭവിച്ചു എന്നാ പറഞ്ഞത്. ആ അത്ഭുതം ഇതാണെന്ന് തോന്നുന്നേ. എല്ലാം ഏടത്തിയുടെ പ്രാർത്ഥന കൊണ്ടാ. ഏട്ടന്റെ തലവര പോലും മാറിപ്പോയി. വാ മോളെ, അഭി കണ്ണു തുറന്നതിന് ശേഷം നിന്നെ ഉണ്ണിയും കാണണമെന്നാ പറഞ്ഞേ. നിങ്ങളെ കാണാത്തോണ്ട് അവൻ ഒരുപാട് ടെൻഷനായിരിക്കുക. എത്ര പേരെ കൊല്ലാൻ വേണ്ടിയാ ജനിച്ചത് നീ? നിന്നെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച വേണ്ടാത്ത ദുരിതമൊക്കെ എടുത്ത് തലയിൽ വെച്ചതുപോലെ ആയി പോയല്ലോ. ദുർനിമിത്തക്കാരിയാ നീ. നീ എന്റെ വീട്ടിൽ തന്നെ വന്ന് കേറിയല്ലോ. പോടി ഇവിടുന്ന്. എന്റെ കൺമുന്നിൽ നിന്നെ ഇനി കാണരുത്. പോടി. ഗതി പിടിക്കാത്ത നിന്റെ മുഖം എനിക്കിനി കാണുകയേ വേണ്ട. അത് പിന്നെ ഏട്ടാ, ഏടത്തി എന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് നന്നായി അറിയാം. ഏടത്തി കാണാൻ വേണ്ടി പാവയേട്ടൻ കാത്തിരിക്കുക. ഞങ്ങൾ എല്ലാവരോടും വഴക്കുണ്ടാക്കി. ഉടനെ നിങ്ങളെയും കൂടെ ചെന്നില്ലെങ്കിൽ ഏട്ടൻ തന്നെ അന്വേഷിച്ചു വരുമെന്ന്. അതെ വസു, അഭിക്ക് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ഇന്നാ ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളെ കുടുംബം മുഴുവനും നിന്നോട് സോറി പറയേണ്ടവരാ. വീട്ടിലേക്ക് പോവാം. വാ മോളെ. വാ അമ്മ, നമുക്ക് വീട്ടിലോട്ട് പോവാം. പ്ലീസ് അമ്മ, വാ നമുക്ക് പോവാം. പ്ലീസ് ഏടത്തി, പോവാം. വാ മോളെ.
നിങ്ങൾ എന്ത് ചെയ്യാ മക്കളെ? അതൊക്കെ പിന്നെ ചെയ്യാം മക്കളെ. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ അത്? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വേണമല്ലോ. വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വേണമെങ്കിൽ മക്കൾ ഉടനെ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ആ വസു ഉണ്ണിയും ഇനി തിരിച്ച് ഈ വീട്ടിൽ വരരുത്. അവര് കാരണം നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ വസു ഈ വീട്ടിൽ വന്നത് മുതല് നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ സമയം ചെലവാക്കുന്നില്ലല്ലോ. അത് മാത്രമല്ല, ഉണ്ണി നിങ്ങളെ റൂം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൈവസി അല്ലേ ഇല്ലാതാക്കിയത്. കൂടാതെ അവര് കാരണം നിങ്ങളുടെ അച്ഛന്റെ ജീവൻ വരെ അപകടത്തിലായത്. അവരിവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ കൂടെ സന്തോഷായിട്ടിരിക്കാം. എന്തു പറയുന്നു? അതുകൊണ്ട് നിങ്ങൾ രണ്ടും അച്ഛൻ്റെ അടുത്ത് പോയി വസു ഉണ്ണി ഇവിടെ വേണ്ടാന്ന് പറ. ഞങ്ങള് പറഞ്ഞ അച്ഛൻ കേൾക്കൂലല്ലോ. മുത്തശ്ശിക്ക് അത് പറഞ്ഞൂടെ? അതൊന്നും എനിക്ക് പറഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞാ നിങ്ങളുടെ അച്ഛൻ കേൾക്കും. പൊയ്ക്കോ പൊയ്ക്കോ. ഇല്ലെങ്കിൽ വീണ്ടും ആ വസു ഉണ്ണിയും തിരിച്ചു വരും. നിങ്ങളുടെ സന്തോഷം എല്ലാം തട്ടിപ്പറിക്കും. പിന്നൊരു കാര്യം, ഞാനാണിത് പറഞ്ഞു തന്നെന്ന് അച്ഛനോടോ അമ്മമ്മയോടോ ചെന്ന് പറഞ്ഞേക്കരുത്. ശരി അമ്മമ്മേ. ശരി അമ്മമ്മേ. പൊയ്ക്കോ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ഇനി നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ വസു. വാടി വസു, വാ. നീ വന്നാ ഇത്തിരി പണിപ്പെടും. അച്ഛാ, 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 അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? നിങ്ങളെ കണ്ടപ്പോ അച്ഛന് ഒരുപാട് സന്തോഷായി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അച്ഛാ. അച്ഛാ, ഞങ്ങൾക്കൊരു പ്രോമിസ് തരാമോ? എന്താ മോളെ? ഞങ്ങള് ചോദിച്ചതിന് ശേഷം പറ്റില്ലാന്ന് പറയരുത്. ആദ്യം എന്താ പ്രോമിസ് എന്ന് പറ. പുതിയ അമ്മ ഞങ്ങൾക്ക് വേണ്ട അച്ഛാ. ആ ഉണ്ണിയെ ഞങ്ങൾക്ക് വേണ്ട അച്ഛാ. അതെന്താ മോളെ? വേറെ ഒന്നുമില്ല അച്ഛാ. അവർ കാരണമല്ലേ അച്ഛൻ ഇങ്ങനെയായത്. ഉണ്ണിക്ക് വേണ്ടി പോയിട്ടല്ലേ അച്ഛൻ അപകടത്തിലായത്. അങ്ങനെയൊന്നും അല്ല മക്കളെ. ഞങ്ങൾക്കറിയാം അച്ഛാ. അവരിവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കാമല്ലോ. അവര് കാരണമാ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയൊന്നും പറയരുത്. അവരെ ഇനി ഈ വീട്ടിലേക്ക് കേറ്റണ്ട അച്ഛാ. അവരോട് അവരുടെ വീട്ടിൽ തന്നെ തിരിച്ചു പോകാൻ പറയാ അച്ഛാ.